ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വേറെ ഒന്നുമല്ല, നമ്മൾ സിമ്പിളായിട്ട് അതിനെ കണ്ണെഴുതാൻ നോക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ഡെയിലി എങ്ങനെ കണ്ണെഴുതണം അത് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഒരു അതിലേതൊരു കൺമഷി മാത്രം മതി. അപ്പോൾ ഞാൻ കാജലിൻ്റെ കൺമഷി എടുക്കുന്നത്. ഞാൻ കണ്ടാൽ താഴെ മേളിൽ എഴുതി കൊടുക്കും, അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല. അതുമല്ല, എഴുതിയില്ലെങ്കിൽ ചത്ത കണ്ണുപോലെ ഇരിക്കും. എനിക്കാണെങ്കിൽ അത് ഇഷ്ടമല്ല. പിന്നെ നമ്മൾ കണ്ണെഴുതാതെല്ലാം പുറത്ത് പോയി കഴിഞ്ഞാൽ കണ്ട ആൾക്കാർ മൊത്തം നമ്മൾ എന്ത് പറ്റി കൊച്ചേ, കരഞ്ഞോ, എന്താ മോൻ വല്ലാണ്ടിരിക്കണേന്നൊക്കെ ചോദിക്കും. ഞാൻ കണ്ണെഴുതില്ല, എൻ്റെ കണ്ണ് പിന്നെ ചത്തിരിക്കും. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ കണ്ണെഴുതിക്കൊണ്ടിരാനായിട്ട് എനിക്ക് അതിന് വരെ ഫൈൻ അടക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം. ഞാൻ എഴുതി കുറേ നേരം എഴുതാൻ തുടങ്ങിയിട്ട് ഇതുവരെ തീർന്നില്ലേന്ന്. എനിക്ക് പിന്നെ കണ്ണെഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വേറെ ഒന്നും ഇട്ടില്ല, ഒരു മേക്കപ്പ് ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, എനിക്ക് കണ്ണെഴുതണം മസ്റ്റായിട്ട്. പിന്നെ ഈ ഐലൈനർ ഞാൻ സ്റ്റുഡിയോയിൽ മേടിച്ചായിരുന്നു. ദൈവമേ, ആരെയും പോയി മേടിക്കാൻ നിൽക്കണേ, മേടിക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. അത് നമുക്ക് മര്യാദ കണ്ണെഴുതാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എഴുതാനൊക്കെ പറ്റും, പക്ഷേ പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നത്. നമ്മളത് എടുത്ത് പുറത്ത് വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഡ്രൈ ആയിട്ടിരിക്കും. അത് പിന്നെ ഫോണിൽ നോക്കി എഴുതാൻ നല്ല വശമായതുകൊണ്ട് ഞാൻ പിന്നെ കണ്ണാടി എടുത്ത് പോയി. പിന്നെ ഞാൻ എപ്പോഴും കണ്ടത് ഇങ്ങനെ തന്നെ വാലിട്ട് കണ്ണെഴുതും. എനിക്കെന്തോ വാലിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ വാലിട്ട് ശീലിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഒരു കണ്ണെഴുതാൻ പറ്റ പാടെ എൻ്റെ പിന്നിടാമേ, അതുപോലെ ഇപ്പുറത്തെ കണ്ണാക്കണമെന്ന്. അപ്പോൾ കണ്ണൊക്കെ എഴുതി തീർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ, ബൈ ബൈ ഉമ്മ.